السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب يسر ولا تعسر، رب زدنا علما وحلما وأدبا كاملا، رب تمم بالخير والسعادة وبك نستعين. الحمد لله. അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ദീനി വിജ്ഞാന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ മഹത്വമുള്ള, ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണല്ലോ ദഅവത്ത് എന്ന് പറഞ്ഞ പ്രബോധനം. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശ്രേഷ്ഠതയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ദഅവത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നമ്മൾ കണ്ണോടിക്കണം. അൽഹംദുലില്ലാഹ്, നമുക്ക് ഒരു പക്ഷേ തൗഹീദ് മനസ്സിലാക്കാൻ അവസരം അല്ലാഹു തൗഫീഖ് റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുപാടും ഇനിയുമുണ്ട്. ഇസ്ലാം എന്ന പേരിൽ പുരോഹിതന്മാർ ആളുകളെ ചൂഷണം ചെയ്യുമ്പോൾ യഥാർത്ഥ തൗഹീദിൽ നിന്ന് ആളുകളെ ശിർക്കിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരുപാട് ആളുകളുണ്ട്. ഒരു വശത്ത് ആളുകളെ ശിർക്കിലേക്കും ബിദഅത്തിലേക്കും ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ മറുഭാഗത്ത് നിരീശ്വരവാദത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനും ഇങ്ങനെ എല്ലാ നിലക്കും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ആളുകൾ ധാരാളം കാണാൻ നമുക്ക് ആളുകളെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവരുടെ ഷർറിൽ നിന്നൊക്കെ ആളുകളെ രക്ഷപ്പെടുത്താനും യഥാർത്ഥ തൗഹീദ്, യഥാർത്ഥ ഇസ്ലാം എന്താണ് യഥാർത്ഥ ഇസ്ലാം, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് ശിർക്കിന്റെ ഗൗരവം, അതിന്റെ അപകടം എന്താണ്, അതേപോലെ എന്താണ് ബിദ്അത്ത്, എന്താണ് ഹറാമ് ചെയ്താൽ ബിദ്അത്തിലും ഹറാമിലും മുഴുകിയാൽ നാളെ മരണാനന്തരം ഒരു ജീവിതമുണ്ട്, പരലോക ജീവിതമുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം, ഇല്ലെങ്കിൽ അവിടെ ഇന്ന പല ശിക്ഷകളുമുണ്ട്. ഇതെല്ലാം ആളുകളെ ഉണർത്തി നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കണം. അതിന് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കണം. നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. അതോടൊപ്പം ആളുകളെ ശിർക്കിൽ നിന്ന് അവർ രക്ഷിക്കാൻ, തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ, അല്ല എന്ന കാര്യം ബിദ്അത്താണ്, എന്ന കാര്യങ്ങൾ ഹറാമാണ്, യഥാർത്ഥ ദീൻ എന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനാദ്യം നമുക്ക് എന്ത് വേണം? അറിവ് വേണം. അപ്പൊ ആ അറിവ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് ഏറ്റവും വലിയൊരു ദൗത്യമാണ്. ഈ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദൗത്യമാണ്. എന്താണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ദഅവത്ത് എന്ന് പറഞ്ഞാൽ പ്രബോധനത്തിന്റെ അറബിയാണ്. അദ്ദഅവത്ത്, പ്രബോധനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്, ഇപ്പൊ നമ്മൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഖൈർ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും ദഅവത്താണ്. സ്റ്റേജ് കെട്ടി പൊതുപ്രഭാഷണം നടത്തുക എന്നുള്ളതും ദഅവത്താണ്. ഇപ്പൊ ഈ നമ്മൾ നടത്തുന്ന ക്ലാസ്സും ഇതും ദഅവത്താണ്. അപ്പൊ ഇതിനൊക്കെ വലിയ പുണ്യമുള്ളൊരു കാര്യമാണ്. ധാരാളം ഖൈറുകൾ നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫതാവയിൽ പറഞ്ഞത് കാണാം, അദ്ദഅവ, പ്രബോധനം എന്ന് പറഞ്ഞാൽ അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിലേക്കല്ല. പ്രബോധനം എന്ന് പറഞ്ഞാൽ ദുനിയാവിലേക്ക് ആളെ കൂട്ടാനല്ല, മറിച്ച് റബ്ബിലേക്ക്, അല്ലാഹുവിലേക്ക്, യഥാർത്ഥ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഹിയ ദഅവതു ഇലൽ ഈമാനി ബിഹി, അള്ളാഹുവിലേക്ക്, ഏകനായ ഹക്കായി ആരാധിക്കപ്പെടേണ്ട അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ വിശ്വസിക്കണം, ആ റബ്ബിന് ഇബാദത്തുകൾ നൽകണം എന്ന നിലക്ക് ആ റബ്ബിന് കൊടുക്കേണ്ട, റബ്ബുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ യഥാവണ്ണം വിശ്വസിക്കാനും
ആ വിശ്വസിക്കാൻ വേണ്ടി അതിലേക്ക് ക്ഷണിക്കുകയാണ്. അതാണ് ദഅവത്ത്. അതേപോലെ തന്നെ വബിമാ ജാഅതു ബിഹി റസൂലു, അതേപോലെ തന്നെ ആ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ, അത് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കാൻ, അള്ളാഹുവിൽ വിശ്വസിക്കാൻ. അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അവർ എന്താണോ കൊണ്ടുവന്നിട്ടുള്ളത് അത് വിശ്വസിക്കണം. അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്. ബിതസ്ദീഖിഹിം ഫീമാ അഖ്ബറൂ ബിഹി വദഅതിഹിം ഫീമാ അമറൂ. അതായത് അവർ എന്താണോ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയൊരു ഇബാദത്തായ ഈ ദഅവത്തിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത, അല്ലാഹു പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്ത ദൂതന്മാർ, അമ്പിയാക്കന്മാർ, അവർ എന്താണോ നമ്മോട് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ജനങ്ങളെ നിങ്ങൾ സത്യപ്പെടുത്തണം. അവർ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളോട് വിരോധിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ ജനങ്ങളെ നിങ്ങൾ വിട്ടുനിൽക്കണം തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെല്ലാം ഉൾപ്പെടും? വദാലിക യതദമ്മനു ദഅവത ഇല ഷഹാദതൈനി. നമ്മുടെ ദഅവത്ത് എന്ന് പറയുമ്പോൾ 2 ഷഹാദത്ത് കലിമ. അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ഹക്കായിക്കൊണ്ട് ആരാധിക്കപ്പെടാൻ ഇബാദത്തുകൾ മുഴുവനും കൊടുക്കേണ്ടത് റബ്ബിന് മാത്രമാണ്. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ തന്നെ ആളുകൾ ഇന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. എത്രയോ ആളുകൾ പേച്ചുപോയി. അത് തെറ്റിയാ കഴിഞ്ഞു അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അപ്പൊ ആ അപകടത്തിൽ നിന്ന് ജനങ്ങളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പെടും. പിന്നെ നമ്മൾ പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങൾ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചോ അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. എന്തെല്ലാം കാര്യങ്ങൾ വിട്ടുനിൽക്കാൻ വേണ്ടി വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കണം. എങ്കിലേ മുഹമ്മദ് റസൂലുള്ളാഹ് ശരിയാകൂ. അപ്പൊ ആ മുഹമ്മദ് റസൂലുള്ളാഹ് ശരിയാവാത്ത ആളുകളുണ്ട്. ഒരു പക്ഷേ നാവ് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ നബിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നബിയാണ്, എന്റെ മുത്തുനബിയാണെന്ന് വായ കൊണ്ട് പറയുന്ന ആളുകളായിരിക്കും. പക്ഷേ അവന്റെ ജീവിതത്തിൽ ആ മുഹമ്മദ് റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അവൻ സാക്ഷ്യം വഹിക്കുന്ന സാക്ഷ്യത്തിനെതിരായിരിക്കും അവന്റെ ജീവിതം. ബിദ്അത്തുകളും ശിർക്കുകളുമായിരിക്കും. അപ്പൊ അത് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അതേപോലെ അതേപോലെ ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്ക് അപ്പുറം നിസ്കാരം നിലനിർത്താൻ, സകാത്ത് കൊടുക്കാൻ, റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ, ഹജ്ജ് ചെയ്യാൻ, ഇതിലേക്കൊക്കെ ജനങ്ങളെ ക്ഷണിക്കാൻ. ഇതാണ് എന്ത് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ വിശ്വാസ കാര്യങ്ങളിലേക്ക് ആളുകളെ ദഅവത്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്, ആരാണ് അള്ളാഹു, എന്താണ് റബ്ബിന്റെ വിശേഷണങ്ങളും, എന്താണ് അള്ളാഹുവിന്റെ സിഫത്തുകളും, എന്താണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ കുറിച്ചും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ ഈമാനി ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അതേപോലെ മലക്കുകളുടെ വിശ്വാസം എന്ത്, അമ്പിയാക്കന്മാരിൽ എങ്ങനെ വിശ്വസിക്കണം, ഖദറിൽ എങ്ങനെ വിശ്വസിക്കണം, അതൊന്നും ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് അപകടകരമായ വാക്കുകൾ ആളുകൾ പറഞ്ഞു പോകുന്നുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ കുറ്റമൊന്നുമില്ല. അള്ളാഹുവിന്റെ വിധി നടപ്പാക്കുമ്പോ അതിനെ കുറ്റം പറയുന്ന ആളുകൾ ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈമാൻ, ചുരുക്കി പറഞ്ഞ ഈമാൻ കാര്യങ്ങളിലേക്കും ഇസ്ലാം കാര്യങ്ങളിലേക്കും ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ് എന്ത് പ്രബോധനം എന്ന് പറഞ്ഞാൽ. അതിനാദ്യം നമുക്ക് എന്തുണ്ടാവണം? നമുക്ക് അറിവുണ്ടാവണം, യഥാർത്ഥ അറിവുണ്ടാവണം. ഈ അറിവ് തന്നെ ഈ പറഞ്ഞ ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും എവിടുന്ന് നമ്മൾ പഠിക്കണം? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സഹാബാക്കൾ മനസ്സിലാക്കി, ആ സഹാബാക്കളിൽ നിന്ന് താബീങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ സലഫുകൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മുടെ ദഅവത്ത്. എങ്കിലേ അതിന് നമ്മൾ പ്രതീക്ഷിച്ച ഫലമുണ്ടാവുകയുള്ളൂ, മതപരമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ, യഥാർത്ഥ ശരീഅത്ത് നടമാടുകയുള്ളൂ. അതേപോലെ തന്നെ ദുനിയാവിലും പരലോകത്തും ആ യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമനുസരിച്ച് പഠിച്ച് നമ്മൾ പ്രബോധനം ചെയ്യുമ്പോൾ മാത്രമേ
യഥാർത്ഥ വിശ്വാസികൾ പരലോകത്തും ഇരുലോകത്തും വിജയിക്കുന്ന ആളുകളാവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് യഥാർത്ഥ രീതിയിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവരെങ്ങനെയാണോ ഓരോന്നും പഠിച്ച് മനസ്സിലാക്കിയത് അങ്ങനെ പഠിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ പഠിച്ച് ദഅവത്തിനിറങ്ങുമ്പോൾ നമ്മൾ പഠിച്ച എന്ത് കാര്യമാണോ യഥാർത്ഥ ഹക്കായിട്ട് പഠിച്ചത് അത് തന്റെ സഹോദരനിലേക്ക് ഒരു ചെറിയൊരു വാചകമാണെങ്കിൽ പോലും, അത് നിങ്ങളൊരു ഹദീസാണെങ്കിൽ പോലും, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരന്മാർക്കും സഹോദരന്മാർക്കും എത്തിച്ചു കൊടുക്കാൻ കഴിയും. അത് ദഅവത്താണ്. അത് ദഅവത്താണ്. ഇതിന്റെ ഒരു പ്രതിഫലം, അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യവും അതിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഉത്സാഹം കിട്ടും. ഇൽമിയായ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഇൽമിയായ വല്ല പ്രഭാഷണങ്ങളോ ദഅവത്തോ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ നിലക്കും അതിനുവേണ്ടി ശാരീരികമായും സാമ്പത്തികമായും സഹകരിക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് പറ്റും. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദഅവത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫദ്ൽ, അതിന്റെ ശ്രേഷ്ഠത എന്താണ്? അതിലേറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇറങ്ങിത്തിരിച്ച മാർഗം ഉണ്ടല്ലോ, ഈ ദഅവത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നതായ ഒരു മാർഗത്തിലേക്കാണ് നമ്മളും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ സത്യത്തിലേക്ക്, ഹക്കിലേക്ക്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു. അപ്പോൾ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്ന ഒരു ദഅവത്ത്, ഒരു ഇബാദത്ത്, ആ ഒരു ഇബാദത്താണ് നമ്മൾ ഏറ്റെടുത്തത് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, സൂറത്തു യൂനുസിലൊക്കെ അല്ലാഹു പറഞ്ഞത് കാണാം. സൂറത്തു യൂനുസിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ഈ ഒരു മാർഗ്ഗമാണ് നമ്മൾ ഏറ്റെടുത്തത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിന്റെ ദാറുസ്സലാമിലേക്ക് അല്ലാഹു ക്ഷണിക്കുന്നതാണ് പ്രബോധനം. അപ്പൊ റബ്ബ് ചെയ്യുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഈ ഒരു ദഅവത്ത്, ആ ദഅവത്താണ് നമ്മളും ഏറ്റെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലാഹു ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ? ദാറുസ്സലാം എന്ന് പറയാനുള്ള കാരണം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഏതാ ഈ ദാറുസ്സലാം? സ്വർഗമാണ്. അവിടേക്കാണ് അല്ലാഹു നമ്മെ ക്ഷണിക്കുന്നത്. അത് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്നെ സൃഷ്ടിച്ച ഈ ലോകം പരിപാലിക്കുന്ന അല്ലാഹു ക്ഷണിക്കുന്ന മാർഗത്തിലേക്ക് ക്ഷണിക്കാനാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. ഒരു ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട് എന്ന് പറയാനുള്ള കാരണം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം. അവിടെ ഒരു ആപത്തുകളും അതേപോലെ തന്നെ പോരായ്മകളും ഇല്ല. ഒരു ആപത്തുകളും പോരായ്മകളും ഇല്ലാത്ത സ്വർഗത്തിലേക്ക് റബ്ബ് നമ്മെ ക്ഷണിക്കാം. അതേ ദാറുസ്സലാമിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നത് പോലെ റബ്ബ് ക്ഷണിക്കുന്ന ആ ദൗത്യം, ആ ദഅവത്തിന്റെ ആ ദൗത്യം നമ്മളും ഏറ്റെടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എത്ര വലിയൊരു ഭാഗ്യമാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല ക്ഷണിക്കുമ്പോൾ അതേ ഇസ്ലാമിലേക്കാണ് നമ്മളും, അതേ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നമ്മളും ക്ഷണിക്കാൻ, നമ്മളും ആ മാർഗത്തിലേക്കാണ്, ഇബാദത്തിലേക്കാണ് ഇറങ്ങിയത് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ നമുക്ക് അലസത ഉണ്ടാവില്ല. പൊതുവെ അലസത നമുക്കൊക്കെ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. ഇൽമു പഠിക്കുന്ന വിഷയത്തിലും ഇൽമിന്റെ സദസ്സിലേക്ക് ഹൈറിലേക്ക് മുന്നേറുന്ന വിഷയത്തിലും ഇപ്പോഴും നമ്മൾ ബേക്കിലാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. എപ്പോഴും നമ്മുടെ പോരായ്മ നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോ ഒരു ഇൽമിയായ സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ ഹൈറിലേക്ക് എപ്പോഴും മുന്നേറുന്ന ആളുകളായിരുന്നു സലഫുകൾ. നമ്മളോ ഒന്നുകിൽ എവിടെയെങ്കിലും ഹൈറിന്റെ സദസ്സുണ്ടെങ്കിൽ ചിലപ്പം ദുനിയാവിന് വേണ്ടി നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മിസ്സാക്കും. അല്ലെ അങ്ങനെ അലസരായിട്ട് ചിലപ്പോൾ ക്ലാസ്സൊക്കെ കഴിയാൻ നേരത്തെ വരും. ഇത് നമ്മൾ സ്ഥിരമാണ്. അപ്പൊ അത് മാറ്റണം നമുക്ക്. നമ്മൾ ആദ്യം ഇൽമിനോടുള്ള ഒരു ഇഷ്ടം നമുക്കുണ്ടാവണം. ഇൽമിനോടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലയിലൊക്കെ ഇറങ്ങിത്തിരിക്കാനും അതിന്റെ ഉത്സാഹം ഉണ്ടാവും. എങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. സൂറത്തു ബഖറയിൽ അള്ളാഹു പറഞ്ഞത് എന്താ? വല്ലാഹു യദ്ഉ ഇലൽ ജന്നതി വൽ മഗ്ഫിറ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദഅവത്ത് ചെയ്ത എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്കാണ്, പാപമോചനം ലഭിക്കാൻ. ബിഇസ്നിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് പല കാര്യങ്ങളും ശറഅാക്കി മതപരമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ, കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വിരോധിച്ച കാര്യങ്ങളിലൊക്കെ വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് ഹൈറായ കാര്യങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്താൻ
അതിനാണ് റബ്ബ് നമ്മളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബോധം നമ്മൾക്കടുത്ത് ഉണ്ടാവണം, എങ്കിൽ നമുക്ക് നല്ലൊരു ഉത്സാഹം ഉണ്ടാവും. രണ്ടാമത്തത്, ഈ അള്ളാഹു ഈ വലിയൊരു ദൗത്യാണ്, സമൂഹത്തിൽ നമ്മൾ നിർവഹിക്കുന്ന വലിയൊരു ദൗത്യാണ്. ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം അമ്പിയാക്കന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തു. ആ അമ്പിയാക്കന്മാരുടെ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പിന്തുടർച്ച എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നമ്മൾ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? അനിഅബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, വജ്തനിബുത് താഗൂത്ത്. അതാണ് ഏറ്റവും വലിയ അപകടം. എന്താണ്? അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് ജനങ്ങളെ അവരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം അള്ളാഹു തെരഞ്ഞെടുത്ത് ദൂതന്മാരെ അയക്കുന്നത്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാം, അഥവാ താൻ ആരാധിക്കപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആൾദൈവങ്ങളും അതേപോലെ തന്നെ മറ്റു വിഗ്രഹങ്ങളും ജ്യോത്സ്യന്മാരും, ഇങ്ങനെ എല്ലാവരും വിട്ടു. അവരിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടുനിൽക്കണം. അതാണ് ഏറ്റവും വലിയ അപകടം. ഇതായിരുന്നു ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരുടെയും ഒന്നാമത്തെ അടിസ്ഥാനം. ഈ അടിസ്ഥാനം തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ പൊളിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം എന്ന് പേര് പറയുന്ന ആളുകൾക്കിടയിൽ പോലും അമ്പിയാക്കന്മാർ എന്തിനു വേണ്ടിയാണോ ദഅവത്ത് ചെയ്തത് ആ ശിർക്കാണ് മുസ്ലിം എന്ന് പേരുള്ള ആളുകളിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് പുറമെ സൃഷ്ടികളോട് റബ്ബിന് കൊടുക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ആവശ്യപ്പെടുന്ന ആളുകൾ, ഒരു മടിയുമില്ല. പണ്ടുണ്ടായിരുന്ന മക്കാ മുശ്രിക്കുകളെക്കാളും മതപതിച്ച രൂപത്തിൽ ഒരു മടിയുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ ദുനിയാവിന്റെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി പുരോഹിതന്മാർ ആളുകളെ വഞ്ചിക്കാൻ. അപ്പൊ അതിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയണം. അതിന് നമ്മൾ ഈ പറഞ്ഞ റബ്ബ് ക്ഷണിച്ച റബ്ബിന്റെ ദൗത്യം, റബ്ബ് നിർവഹിച്ച ദഅവത്ത്, അതേപോലെ തന്നെ അമ്പിയാക്കന്മാർ നിർവഹിച്ച ആ ദഅവത്ത്, അതാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചല്ലോ, ഖുൽ, നബിയെ പറയണം, ഹാദിഹി സബീലി, യഥാർത്ഥ തൗഹീദുള്ള ശിർക്കില്ലാത്ത ഇസ്ലാം, അതാണ് എന്റെ മാർഗം. എന്നിട്ട് ആ സബീലിനെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ ചെയ്യാൻ, വിശദീകരിക്കാൻ. എന്താണ് വിശദീകരിക്കുന്നത്? അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, എന്റെ മാർഗം ഇതാണ്, അഥവാ ഇസ്ലാമാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ നല്ല ഉൾക്കാഴ്ചയോടുകൂടി ഇതാവണ്ണം പഠിച്ച് മനസ്സിലാക്കി ആളുകൾ എന്ത് ചെയ്യും? അതിലേക്ക് ക്ഷണിക്കും. ഞാനും വമനിത്തബഅനി, എന്നെ ഫോളോ ചെയ്ത പിന്തുടർന്ന ആളുകളും ഇതേ രൂപത്തിലാണ് ഇസ്ലാമിലേക്കാണ് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. ആ ദൗത്യമാണ് നമ്മൾ മുന്നോട്ട് നിർവഹിക്കാൻ പോകുന്നതും. അത് നമുക്ക് ഖിയാമത്ത് നാൾ വരെ സാധിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, വലാ യകൂനു മിൻ അത്ബാഇർ റസൂലി അലൽ ഹഖീഖ, ഈ അമ്പിയാക്കന്മാരുടെ ദൗത്യാണല്ലോ ദഅവത്ത്. ആ അമ്പിയാക്കന്മാർക്ക് ശേഷം നമ്മൾ ആ ദഅവത്തിനെ ഏറ്റെടുത്തതാണ്, ആ പ്രബോധനത്തെ ഏറ്റെടുത്തതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇല്ലാ മൻ ദഅ ഇലല്ലാഹി അലാ ബസീറ, യഥാർത്ഥ അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തിന്റെ മാർഗത്തെ പിന്തുടരാൻ ഒരുത്തന് സാധിക്കണമെങ്കിൽ ആർക്ക് മാത്രം അതിന് പറ്റൂ? യഥാർത്ഥ ഇൽമോടുകൂടി അഹ്ലുസുന്നത്തി വൽ ജമാഅ എങ്ങനെയാണോ യഥാർത്ഥ ദീൻ പഠിപ്പിച്ചു തന്നത്, ആ ദീൻ പഠിച്ച് അങ്ങനെ ബസീറ, അതാണ് ബസീറ എന്ന് പറഞ്ഞത്, ഉൾക്കാഴ്ചയോടുകൂടി എന്നാൽ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനെ യഥാർത്ഥ പ്രബോധകരാവുകയുള്ളൂ. അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കന്മാരുടെ പിന്തുടർച്ചക്കാരായ പ്രബോധകന്മാരാണ് ഞാൻ എന്ന് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നും പഠിച്ചിട്ട് ശിർക്കിലേക്കും ബിദഅത്തിലേക്കും അല്ലെ തന്റെ ഹവകൾക്കനുസരിച്ച് ദീനിനെ മാറ്റിമറിച്ച് കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഹറാമുകളെ ഹലാലാക്കി തന്റെ ഇച്ഛയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ദുനിയാവിന്റെ സുഖത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ സലഫുകൾ മനസ്സിലാക്കിയ യഥാർത്ഥ അഖീദയും വിശ്വാസവും അവർ മനസ്സിലാക്കിയ മറ്റു കാര്യങ്ങളും അത് അതേപോലെ ആര് ദഅവത്ത് ചെയ്യുന്നുണ്ടോ അവരെ അമ്പിയാക്കന്മാരുടെ പിന്തുടർച്ചക്കാർ എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോ രണ്ടാമത് നമുക്ക് പ്രോത്സാഹനം നൽകുന്ന കാര്യം എന്താ? ഞാൻ ഏറ്റെടുത്ത ഈ മാർഗം ലോകത്ത് അമ്പിയാക്കന്മാർ നിർവഹിച്ച ഒരു വലിയ ഇബാദത്താണ്. മൂന്നാമത്, റബ്ബിലേക്ക് ക്ഷണിക്കുന്ന വാക്കിനേക്കാളും
വലിയൊരു ഖൈറായ വാക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലേക്ക് കൊണ്ട് ശരിക്കും മനസ്സിൽ തട്ടി നമ്മൾ പഠിക്കേണ്ട ആയത്തുകളാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു ചോദിക്കാൻ റബ്ബിലേക്ക് ക്ഷണിക്കുന്ന, അവനിങ്ങനെ ആളുകളെ ക്ഷണിക്കുമ്പോൾ അവൻ സംസാരിക്കുന്ന സംസാരം ഉണ്ടല്ലോ, അവന്റെ ആ വാക്കുണ്ടല്ലോ, അതിനേക്കാളും ഹൈറായിട്ട് ആരാണുള്ളത്? അപ്പൊ ഏറ്റവും വലിയ സംസാരവും ഏറ്റവും ഹൈറായവെന്ന് പറഞ്ഞാരാ? റബ്ബിങ്കിലേക്ക് ക്ഷണിക്കുന്നവനാണ്. ക്ഷണിക്കുകയും അവൻ ക്ഷണിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ അമല് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോ അത്രക്കും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. ഇമാം അൽ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് അതിനൊന്നും ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. ഈ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവന്റെ ഗുണം എന്താ പറയുന്നത്? ഹാദാ ഹബീബുല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനാണ്. നിങ്ങൾ ദഅവത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനാണ്. വഹാദാ വലിയുല്ലാഹ്, അള്ളാഹുവിന്റെ വലിയാണ് അവൻ. അസ്ലമലില്ല, അള്ളാഹുവിന് അവന് കീഴൊതുങ്ങിയിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു. വഅമില ബിതാഅതിഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വഴിപ്പെട്ടുകൊണ്ട് അവൻ അമലുകൾ ചെയ്യുന്നു. വദഅൽ ഖൽഖ ഇലൈഹി, അങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആളുകളെ പഠിച്ച ഇൽമിലേക്ക് അവൻ ക്ഷണിക്കുന്നു. ഫഹാദ നൗഉ അഫ്ദലു അൻവാഇൽ ഇൻസാനി വഅഅലാഹും ദറജതൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഈ പറഞ്ഞ രീതിയാണ് മനുഷ്യകുലത്തിൽ, മനുഷ്യന്മാരുടെ ഇനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയാൽ ഏറ്റവും ഉന്നതനായവൻ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതനായവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പറഞ്ഞ വിഭാഗം ആളുകളാണ്. ആരാണ്? യഥാർത്ഥ ഇൽമു പഠിക്കുകയും പഠിച്ചത് ആളുകൾക്കൊരു ഹദീസാണെങ്കിൽ ഒരു വാക്കാണെങ്കിൽ മറ്റ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാൻ. എന്ന് മാത്രമല്ല, ഈ ദൗത്യം നിർവഹിച്ചാലേ നമുക്ക് ദുനിയാവിലും പരലോകത്തും വിജയം ഉണ്ടാവും. ഈ ദുനിയാവിൽ തന്നെ സമാധാനം, യഥാർത്ഥ സമാധാനം തൗഹീദ് കൊണ്ടേ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഇസ്ലാം എന്ന സംഭവം ഇവിടെ അല്ല, ഈ പറയുന്ന തൗഹീദൊന്നും ഇവിടെ അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക? ഇവിടെ എന്തായിരിക്കും അവസ്ഥ? ഈ തൗഹീദ് വേണ്ട, ഈ തൗഹീദ് നമ്മളിവിടെ പറയുന്ന സ്ഥലത്ത് തന്നെ തൗഹീദ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെ തൗഹീദിനെതിരായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശിർക്കും എന്തെല്ലാം തോന്നിവാസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ദുനിയാവിലെ സമാധാനം തന്നെ ഇല്ലാതാവാൻ ഒരു വലിയ കാരണമാണ്. ദുനിയാവിലും പരലോകത്തും നഷ്ടക്കാരനാവാൻ. അപ്പൊ ഒരു വിജയം ഉണ്ടാവണമെങ്കിൽ, വിജയിച്ച ആളുകളാവണമെങ്കിൽ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മയെ വിരോധിക്കുന്ന ആളുകളുണ്ടോ അവരാണ് യഥാർത്ഥ വിജയികൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വൽതകും മിൻകും ഉമ്മ, നിങ്ങളൊരു സമൂഹം ഉണ്ടാവണം. എന്താണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത? യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, തിന്മയെ തൊട്ട് ആളുകളെ വിരോധിക്കുന്ന ഒരു ഖൗമാണ്. അങ്ങനത്തെ ഒരു ഖൗം ഉണ്ടാവണം. ആ ഖൗം മാത്രമേ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയികൾ ഇരു ലോകത്തും. അല്ലാത്തവർ നഷ്ടക്കാരാണ്, യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഗുണമുണ്ടല്ലോ. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങളൊരു വാക്ക് ഇൽമ പഠിച്ചു, ആ ഒരു ഹൈറായ കാര്യം നിങ്ങളൊരു സഹോദരൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടം ആളുകൾ കിട്ടിയാൽ, ഒരു കൂട്ടം ആളുകൾ കിട്ടുമ്പോൾ നിങ്ങൾ ഒരു ഹൈറ് പറഞ്ഞു കൊടുത്താൽ, ആ ആളുകൾക്ക് അല്ലാഹു തൗഫീക്ക് നൽകുകയും അവരത് സ്വീകരിക്കുകയും ചെയ്താൽ, പിന്നെ അവർ മരിക്കുന്ന കാലത്തോളം, ആ ഹൈറ് ചെയ്യുന്ന കാലത്തോളം നിങ്ങൾക്ക് അതിന്റെ പുണ്യം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ വലിയ ഹൈറുണ്ട് ദുനിയാവിൽ. അത് നമുക്ക് അതിന്റെ ആ ഹൈറിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ദുനിയാവിന്റെ സമ്പത്തിനോടാണ് ആളുകൾക്ക് മോഹം. ഈ സദഖ എന്ന് പറഞ്ഞാൽ കേവലം സമ്പത്ത്, പണം ചെലവഴിക്കുക എന്നുള്ളതല്ല. സദഖയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇനം മാത്രമാണ് എന്ത്? സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത്. സദഖ എന്ന് പറഞ്ഞ ആളുകളിലേക്ക് ഖൈറുകൾ എത്തിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ സദഖ ഏതാണ്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. മാ തസദ്ദഖ റജുലുൻ സദഖ അഫ്ദല മിൻ മൗഇദത്തിൻ യഈദു ബിഹാ ജമാഅ ഫയതഫറഖൂന അവർ അങ്ങനെ പിന്തിരിഞ്ഞു പോകാൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഖൈർ കൊണ്ട് ആരാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സദഖ എന്ന് പറഞ്ഞ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാം. ഒരാൾ ഉപദേശം കൊടുക്കാൻ ഒരു കൂട്ടാളുകളെ കിട്ടി. അവരെങ്ങനെ ഉപദേശിച്ചു. ഉപദേശിച്ചപ്പോ അവന്റെ ഉപദേശം കേട്ട് റബ്ബ് അവർക്ക് തൗഫീഖ് നൽകി. അങ്ങനെ ഈ ഒരു കൂട്ടം ആളുകൾ ആ ഖൈറും പിൻപറ്റി പിരിഞ്ഞു പോവുകയാണ്. ഇതാണ് ഏറ്റവും വലിയ സദഖ. അതെന്താ കാരണം? നിങ്ങൾ പറഞ്ഞു കൊടുത്ത നന്മനുസരിച്ച് അദ്ദേഹം ചെയ്യുന്ന കാലത്തോടെ ആ കൂട്ടം ആളുകൾ അവന്റെ മരണം വരെ പ്രവർത്തിക്കുമ്പോൾ എത്രങ്ങാനും പ്രതിഫലം നമുക്ക് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എന്താ? സ്വർഗത്തിലെത്തണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇത് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് നമുക്ക് സാധിക്കാത്തത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ദഅവത്തിന് നമുക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ശരിക്കും ഉള്ളിലേക്ക് നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കതിനൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് തന്നെ, അതിലേക്ക് ഇറങ്ങിച്ചല്ല ഒരു മടിയും ഉണ്ടാവില്ല. അത് ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ഒരു വാചകമാണ്, എന്തായാലും ഏത് നിലക്കായാലും. ഇനി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും സഹകരിക്കാനാണോ എന്തിനോ അവന് പ്രോത്സാഹനം ഉണ്ടാവും. കാരണം എന്താ? ഈ ഖൈറ് കേട്ട് ആരെങ്കിലും ഖൈറ് പിൻപറ്റിയാൽ എത്രയെങ്ങാനും കൂലിയാണ് കിട്ടാനും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ ദഅ ഇലാ ഹുദാ, ഒരാൾ ഖൈറിലേക്ക് ക്ഷണിക്കാൻ, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅ ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈആ. അങ്ങനെ ആ മനുഷ്യൻ അത് ഫോളോ ചെയ്ത് അവൻ അത് ജീവിതത്തിൽ ചെയ്യുന്ന അത്രയും കാലം അവൻ അതേ പ്രതിഫലം അവന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എത്ര വലിയ ഗുണം. അതിനൊക്കെ ഓരോ നന്മയുടെയും ആ ഗുണം നാളെ പരലോകത്ത് അഭീകരമായ അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേപോലെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്, യഥാർത്ഥവണ്ണം ദീനി പഠിക്കാതെ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കും ദുനിയാവിന്റെ സുഖത്തിലേക്കൊക്കെ ക്ഷണിക്കുന്ന കുറെ ആളുകളെ കാണാം. അവർക്കൊക്കെ ഉണ്ടാകുന്ന വലിയ അപകടം എന്താ അറിയാം? അവരുടെ ഈ ശിർക്കും ബിദ്അത്തും ഹറാമും ഈ ഹവയിലേക്കും ദുനിയാവിലേക്കും ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകൾ അതിങ്ങനെ പിന്തുടരുമ്പോൾ അവർ ആ തിന്മയും ആ വിശ്വാസവും പേറുന്ന കാലത്തോളം, ആ ശിർക്കും ബിദ്അത്തും ഹറാമും അതിലൂടെ അവർ മുഴുകുന്ന കാലത്തോളം അതിന്റെ തിന്മ ഇവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. എന്തൊരു വലിയ അപകടമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ദഅവത്തിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് തന്നെ ഒരു ശിക്ഷ ബാധിക്കുന്നതിന് തൊട്ട് ഒരു ശിക്ഷ ഇല്ലാതാവാൻ നമ്മൾ കാരണക്കാരാണ്. നമ്മൾ ദഅവത്ത് ചെയ്യുന്നില്ലേ, നമ്മൾ വിചാരിക്കും നമ്മൾ നന്മയും തിന്മയും, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതെ നമ്മൾ ഒരു മൂലയിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ എന്താ സംഭവിക്കുക? ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വത്തഖൂ ഫിത്ന, ഫിത്നയെ നിങ്ങൾ ഭയപ്പെടണം, ലാ തുസീബന്നല്ലദീന സലമു മിൻകും ഖാസ്സ, അത് നിങ്ങളിൽ നിന്ന് ദുൽമ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല, അവിടെയുള്ള സ്വാലിഹീങ്ങളായ ആളുകളുടെ എല്ലാവരെയും അത് ബാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുക തന്നെ ചെയ്യും. ഇല്ലെങ്കിലോ ഔ ലയൂഷികന്നല്ലാഹു അയ്യബഅസ അലൈക്കും ഇഖാബൻ മിൻഹു, നിങ്ങൾ ഇതൊക്കെ പഠിച്ച് അങ്ങനെ വീടിന്റെ മൂലക്കൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയ ദഅവത്തൊന്നും ചെയ്യാതെ അങ്ങനെ അടങ്ങി ഒതുങ്ങിയ എന്താ സംഭവിക്കുക? റബ്ബെന്നുള്ള ശിക്ഷ ആ സമൂഹത്തിലേക്ക് ഇറങ്ങും. റബ്ബിന്റെ ശിക്ഷ ഇറങ്ങും. പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ ശിക്ഷ ഇറങ്ങിയിട്ട് ദുആ ചെയ്യും, റബ്ബ് ഉത്തരം നൽകൂല എന്നാണ്. അപ്പോ നമ്മൾ ദഅവത്ത് ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ തിന്മ ഇല്ലാതാക്കുമ്പോ ശിക്ഷ ഇറങ്ങാതിരിക്കാൻ അതൊരു കാരണമാണ്. നേരെ തിരിച്ചാകുമ്പോഴോ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങും. അതിനൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം. എങ്ങനെ അറിയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ് വൽ വാഖി ഫിഹാ, അല്ലാഹുവിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരാളുടെ ഉപമയും അത് ലംഘിച്ച് ജീവിക്കുന്നവന്റെ ഉപമയും കമസലി ഖൗമിൻ, ഒരു സമൂഹത്തെ പോലെയാണ്. ഇസ്തഹമു അലാ സഫീന, അങ്ങനെ ഒരു കപ്പലിൽ കയറി, അടിയിലും മേലെയുണ്ട്. അപ്പൊ അടിയിൽ ആരിക്കണം മുകളിൽ ആരിക്കണം എന്നവർ നറുക്കിട്ടു. അങ്ങനെ ഫഅസാബ ബഅദുഹും അലാഹാ വബഅദുഹും അസ്ഫലഹാ, ചില ആളുകളൊക്കെ അടിത്തട്ടിലായി, ചില ആളുകൾ മുകളിലായി. അങ്ങനെ ഫകാനല്ലദീന ഫീ അസ്ഫലിഹാ ഇദാ ഇസ്തഖൗ മിനൽ മാഇ മറു അലാ മൻ ഫൗഖഹും, അടിയിലുള്ള ആളുകൾക്ക് വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ അവരെന്ത് ചെയ്യും? മുകളിലോട്ട് കയറി പോകും. മുകളിലുള്ള ആളുകൾക്കിടയിലൂടെ നടന്നു പോയിട്ട് വേണം വെള്ളമെടുക്കാൻ.
അപ്പൊ അവർ പറഞ്ഞു ഫഖാലു, അവർ പറയാ ലൗ അന്ന, അടിയിലുള്ള ആളുകൾ പറയാ എപ്പോഴും ഇങ്ങനെ മേലെ കയറി ഓല ബുദ്ധിമുട്ടിക്കലാണല്ലോ. അതുകൊണ്ട് ഫഖാലു ലൗ അന്ന ഖറഖ്നാ ഫീ നസീബിനാ ഖർഖൻ വലം നുഅ്രി മൻ ഫൗഖനാ. അപ്പൊ അവര് താഴെയുള്ള ആളുകൾ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ മേലെ കയറി അവിടുന്ന് ഇങ്ങനെ വെള്ളം എടുക്കാന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടിയിൽ നമ്മുടെ സ്ഥലത്ത് എന്ത് ചെയ്യാം, ഒരു ദ്വാരം അങ്ങുണ്ടാക്കാം. മനസ്സിലായില്ലേ എന്താ സ്ഥിതി? എന്നിട്ട് പറയാ അപ്പം ഇത് കേട്ടപ്പോ മേലുള്ള ആളുകളൊക്കെ പറയാ അത് ശരിയാണ്, ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ താഴെ ഒരു ദ്വാരം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? എല്ലാരും പോയി, എല്ലാരും നശിച്ചു. നേരെ മറിച്ച് ഇനി അവരെ ചെയ്യുന്ന വിട്ടിത്തത്തെ നിങ്ങൾ തടുത്താൽ മേലുള്ളവരെല്ലാവരും സുരക്ഷിതരായി എന്നതുപോലെയാണ് സമൂഹത്തിൽ തിന്മങ്ങനെ നടക്കുമ്പോ എന്താ ചുരുക്കും. അങ്ങനെ ഒരുപാട് മുമ്പുള്ള സമുദായത്തെ അല്ലാഹു നശിപ്പിക്കാനുണ്ടായ കാരണം എന്താണോ ആ തോന്നിവാസങ്ങളൊക്കെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കാൻ. അതിങ്ങനെ നടമാടുമ്പോ അതൊന്നും നമ്മൾ ഉപദേശിക്കേണ്ട, അങ്ങനെ നടക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യവും നോക്കി പോകാന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഈ കപ്പലിന്റെ അടിയിൽ ദ്വാരമുണ്ടാക്കുന്നവരെ പോലെയാ എല്ലാരും പോവും. നേരെ മറിച്ച് അവനങ്ങൾ പിടിച്ചാൽ, ആ ഷർറുകളെ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് അകറ്റിയാൽ, അവർക്ക് ദഅവത്ത് ചെയ്താൽ എന്താ അതിന്റെ ഗുണം? നമ്മളെല്ലാം രക്ഷപ്പെടും. അതാണ് വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന സലമൂ മിൻകും ഖാസ്സ എന്ന് നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം. അത് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ദഅവത്തിനൊരു പ്രോത്സാഹനം, ദഅവത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. ഒന്ന് എന്താണ്? അള്ളാഹുവിന്റെ അള്ളാഹു ഏറ്റെടുത്തത്, അള്ളാഹു നടത്തിയ ദഅവത്താണ്. രണ്ട്, അള്ളാഹു ആ ദഅവത്ത് ഈ പറഞ്ഞ ദൗത്യം തൗഹീദ് പ്രചരിപ്പിക്കാൻ അള്ളാഹു പ്രത്യേകം ഇഷ്ടപ്പെട്ട അമ്പിയാക്കന്മാരെ തെരഞ്ഞെടുത്തു. ആ അമ്പിയാക്കന്മാരുടെ ജോലിയാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. അതേപോലെ സമൂഹത്തിന് ബാധിക്കുന്നതായ വലിയൊരു ശിക്ഷയെ അത് ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അള്ളാഹുവിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുമ്പോ എന്റെ സംസാരവും ഞാനും അള്ളാഹുവിന്റെ അടുക്കൽ പദവിയിൽ ഏറ്റവും ഉന്നതനാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ആ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായാൽ പിന്നെ നമുക്കെന്താ അടുത്ത സ്റ്റെപ്പായി ദഅവത്തിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ യഥാർത്ഥ നിലക്ക് ഇൽമ പഠിക്കാനും ഞാൻ പറയാം വീണ്ടും നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ ഒരു നിലക്കും മടി കാണിക്കാൻ പാടില്ല. നമുക്ക് അൽഹംദുലില്ലാഹ് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടും പക്ഷെ പഠനത്തിന് നമ്മളിങ്ങനെ വെറും സംഘടിപ്പിക്കുന്ന ആളുകളാവരുത്. ഈ സംഘടനയിൽ പറയുന്ന മാതിരിയെ സംഘടിപ്പിക്കുന്ന ആളുകൾ മാത്രം ആവരുത്, മറിച്ച് എന്താവണം? പഠിക്കുന്ന ആളുകളാവണം. പഠിക്കുകയും വേണം, ദഅവത്ത് നടത്തുകയും വേണം. അങ്ങനെയാണ്, പഠിക്കുകയും വേണം, പഠിച്ച കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും വേണം. ഇനി എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റാത്തതുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അതിന് നമുക്ക് സഹായിക്കാൻ കഴിയണം. അതായത് വെറും സംഘാടകരായി മാറുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതിന് മാത്രം ആവേശം, പരിപാടി സംഘടിപ്പിക്കാൻ മാത്രം ഓടിയെത്തുക, അതുകൊണ്ട് അത് ശരിയല്ല. ഇൽമിയായ ഇൽമ പഠിക്കാനുള്ള ആ ഒരു തിടുക്കം, ആ ഒരു ധൃതി നമ്മൾ ഉണ്ടാവണം. ശരി, ഇനി ഇതുണ്ടായാൽ ഇനി നമുക്ക് പ്രധാനപ്പെട്ട, അപ്പം നിങ്ങളൊക്കെ ഇവിടെ ഒക്കെ എല്ലായിടത്തിലും ഉണ്ടാവുന്ന ഒരു പ്രയാസമാണ്. ഇനി നമ്മെ ദഅവത്തിന് വേണ്ടി സഹായിക്കുന്ന മെയിൻ ഘടകമാണ്, പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ഒത്തൊരുമ. ഒരു ഒത്തൊരുമ ഉണ്ടാവണം, അതേപോലെ സമ്പത്തും. ഇത് രണ്ടും ദഅവത്തിന് സഹായിക്കുന്ന വലിയൊരു ഘടകമാണ്. വലിയൊരു ഘടകമാണ്. അപ്പൊ അതിൽ നമ്മൾ നിരാശപ്പെടാതെ നമുക്ക് ഖൈറായ നിലക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനും നമ്മൾ എന്താ വേണ്ടത്? മുൻകാല സഹാബാക്കൾ അവരുടെ ജീവിതം പഠിക്കണം. അവർ എങ്ങനെ ചെലവഴിച്ചു, ദഅവത്തിന് വേണ്ടി അവരെങ്ങനെ ചെലവഴിച്ചു, അവരുടെ ഒരുമ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നല്ല പ്രചോദനം. പലപ്പോഴും ചില പരിപാടികളൊക്കെ എല്ലാവരും ഇപ്പൊ 10, 50, 100 ആളുണ്ടെങ്കിൽ ഒരു 100 രൂപ എടുക്കാൻ കഴിയാത്ത ആളൊന്നും ഉണ്ടാവില്ല. 100 രൂപ എടുത്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. പക്ഷെ പലപ്പോഴും നമുക്ക് ചെലവഴിക്കാൻ ചെലവഴിക്കാനുള്ള മടി നമ്മൾ ഒഴിവാക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ദഅവത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കാനും. അങ്ങനെ ഒരു നല്ല ഒത്തൊരുമയോടുകൂടി ഇണക്കത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ
നല്ലൊരു ദഅവത്തുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നേരെ മറിച്ച് പരസ്പരം ഇണക്കമില്ലായ്മ അത് എപ്പോഴും ദഅവത്തിനെതിരായി മാറുന്ന ഒരു പ്രശ്നമാണ്, ദഅവത്തിനെ തടസ്സം ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ് സഹാബാക്കള് ജീവിതം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അതേപോലെ സലഫുകള് അവർ എങ്ങനെ ദഅവത്തിന് വേണ്ടി അവർ ശ്രമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിങ്ങൾ ഓരോ യുദ്ധത്തിലും, ബദർ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രു സൈന്യം ഇരട്ടിയായപ്പോ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എന്തിനും തയ്യാറായി. റബ്ബിന്റെ മാർഗത്തിൽ ദഅവത്താണ്, അതും ദഅവത്താണ്. ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല, കാരണം റബ്ബിന്റെ മാർഗത്തിലാണ് ഞാൻ ചെയ്യുന്നത്, വലിയൊരു ദഅവത്താണ്. അതിനുവേണ്ടി അവർ ഇറങ്ങി പുറപ്പെടുക. അവർക്കൊരു ഭയവുമില്ല, അവർക്കൊരു പ്രശ്നവുമില്ല. നമുക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോ ഇല്ല, അൽഹംദുലില്ലാഹ്. പക്ഷെ എന്നിട്ട് നമ്മളിൽ അലസതയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങളാണ്. അങ്ങനെ ആവരുത്. അതിന് നമുക്ക് ഏറ്റവും പ്രോത്സാഹനമാകുന്ന ഒരു കാര്യമാണ് സഹാബാക്കൾ, അൻസാറുകൾ, മുഹാജിറുകൾ എന്നറിയപ്പെടുന്ന ഉത്തമരായ നമ്മുടെ ഉസ്താദുമാരുടെ ജീവിതം. വിശുദ്ധ ഖുർആനിൽ അവരെ പ്രത്യേകം അല്ലാഹു പുകഴ്ത്തി പറയുന്നത് സൂറത്തുൽ ഹശ്ർ എടുത്ത് നിങ്ങൾ വായിക്കണം. സൂറത്തുൽ ഹശ്റിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സഹസ്രം അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളെ കുറിച്ച് പറയുന്നത് എന്താ? ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം. അതായത് ഫൈഇന്റെ സ്വത്ത്, ഇസ്ലാമിക അന്ന് ഫൈഇന്റെ സ്വത്തുണ്ട്, ഗനീമത്ത് സ്വത്തുണ്ട്, രണ്ടും വ്യത്യാസമാണ്. എന്താണ് ഫൈ എന്ന് പറഞ്ഞാൽ? ഗനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം ചെയ്തിട്ട് കിട്ടുന്ന മുതലാണ്. ഫൈ എന്ന് പറഞ്ഞാലോ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈഇന്റെ സ്വത്തും ബനു നദീർ ഗോത്രക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിൽ സന്ധിയിലായി ജീവിച്ച ജൂത ഗോത്രങ്ങളായിരുന്നു ബനു ഖുറൈസയും ബനു നദീർ ഗോത്രക്കാരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പക്ഷേ ഇവർ ജൂതന്മാരാണല്ലോ, സന്ധി ലംഘിക്കുക എന്നുള്ളത് ലംഘനം അവരുടെ പതിവായിരുന്നു. ബനു ഖുറൈസ അവരെ ഖന്തഖ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ മുശ്രിക്കീങ്ങളെ സഹായിച്ചവർ എന്ത് സന്ധിയിലായിരിക്കെ. ഇതിന് ബനു നദീറിന്റെ ആളുകൾ ഇങ്ങനെ പ്രചോദനം കൊടുക്കുക. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീർ ഗോത്രത്തെ മദീനയിൽ നാട്ടിയോടിക്കാൻ. ആ സംഭവമാണ് സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു ഇങ്ങനെ വിശദീകരിക്കുന്നത്. ഖുർആൻ പഠിക്കണം. അങ്ങനെ ഒരു യുദ്ധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബാക്കൾക്കും ചെയ്യേണ്ടി വന്നിട്ടില്ല. അല്ലാഹു അവരുടെ ഹൃദയത്തിലേക്ക് ഒരു ഭയട്ട് കൊടുക്കാൻ അങ്ങനെ അതിശക്തമായ കോട്ടയിൽ അവർ ഒളിച്ചിരുന്നു. മുഹമ്മദിനും കൂട്ടർക്കും ഞങ്ങളെ പുറത്താക്കാൻ പറ്റൂല എന്ന് അവർ വിചാരിച്ച്. പക്ഷേ അല്ലാഹു തീരുമാനിച്ചത് അതല്ല. അവരുടെ മനസ്സിലേക്ക് ഭയട്ടെടുത്തു. അവരുടെ സ്വത്തുകൾ ഇട്ടേച്ച് അവർക്ക് കുറച്ചൊക്കെ വാഹനത്തിൽ കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകി. പക്ഷെ ആയുധം കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തില്ല. അങ്ങനെ അവരുടെ സ്വത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടാൻ അവിടെ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ യുദ്ധം ചെയ്യാതെ കിട്ടുന്ന സ്വത്തിനാണ് എന്ത് പറയാ? ഫൈ എന്ന് പറയാ. യുദ്ധം ചെയ്ത് കിട്ടുന്നതിനാണ് എന്ത് പറയാ? ഗനീമത്ത് എന്ന് പറയാ. യുദ്ധം ചെയ്ത് കിട്ടുന്ന സ്വത്താകുമ്പോ, ഗനീമത്ത് സ്വത്താകുമ്പോ 5ആയിട്ട് ഭാഗിച്ച് 4 ഭാഗവും സഹാബാക്കളാ എടുക്കുക. പിന്നെ ഒരു ഭാഗത്തിനെ വീണ്ടും 5ആക്കി ഭാഗിച്ചിട്ട് അതിൽ ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് യതീമുകൾക്കും ഇങ്ങനെ പോവുക. മനസ്സിലാവുണ്ടോ? പക്ഷെ ഫൈഇന്റെ സ്വത്ത് എന്ന് പറഞ്ഞാ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കിട്ടും. അതിനെ ഫൈഇന്റെ സ്വത്തിനെ 5ആക്കി ഭാഗിച്ചിട്ട് അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും യതീമുകൾക്ക് നബി കുടുംബത്തിന് വഴിയാത്രക്കാരൻ ഇബ്നു സബീൽ സൂറത്തുൽ ഹശ്ർ അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ ആ സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾക്ക് ഓഹരി വെച്ചു കൊടുത്തു. മുഹാജിറുകൾ ആരാ? സ്വന്തം നാടും വീടും വിട്ട് ദീനിന്റെ മാർഗത്തിൽ. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിലേക്ക് പലായനം ചെയ്തവരാണ് ആര്? മുഹാജിറുകൾ. അതൊക്കെ ദഅവത്തിന്റെ മാർഗത്തിലാണ്, അല്ലാഹുവിന് വേണ്ടിയാണ്. അപ്പൊ അവരെ അല്ലാഹു പുകഴ്ത്തി പറയുന്നത് എങ്ങനെ? ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം. സ്വന്തം വീടുകളിൽ നിന്ന് നാട്ടി പുറത്താക്കപ്പെട്ടവർ, സമ്പത്തും ഇല്ലാതായി പോയി. ഇതൊക്കെ ഇല്ലാതെ സമ്പത്തും വിട്ട് സ്വന്തം സമ്പത്തും വീടുകളും വിട്ട് അവർ പോവേണ്ട അവസ്ഥ വരികയാണ്. എന്താ അവർ പോകുന്നത്? യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ശ്രേഷ്ഠത ആഗ്രഹിച്ചുകൊണ്ട്,
വയൻസുറൂന അല്ലാഹ വറസൂല, അല്ലാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ ഔദാര്യവും കാംക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അല്ലാഹുവേയും സഹായിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ ദഅവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചത്. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഉലൈക ഹുമസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ. ഇനി അൻസാറുകളുടെ ജീവിതം ശരിക്കും നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അതിൽ. നമ്മുടെ ദഅവത്തിനും നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങൾക്കും പരസ്പരം ഇണങ്ങിച്ചേരാനൊക്കെ ഒരുപാട് ഖൈറുകൾ അതിൽ നിന്ന് കിട്ടും. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ വല്ലദീന തബവ്വഉ الدار, മദീനയിൽ മുഹാജിറുകൾക്ക് മുമ്പേ താമസമാക്കിയവരാണ് അവർ. വൽ ഈമാന മിൻ ഖബ്ലിഹിം, അതിന്റെ ഉദ്ദേശം മുഫസ്സിറുകൾ പറഞ്ഞു രണ്ട് രീതി. അവർക്ക് മുമ്പേ ഈമാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ മുഹാജിറുകൾക്കും മുമ്പേ എന്നല്ല, മുഹാജിറുകളിൽ ഭൂരിഭാഗം ആളുകൾക്ക് മുമ്പേ വിശ്വാസം സ്വീകരിച്ചവരാണ് ആര്? അൻസാറുകൾ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അങ്ങനെ വിശദീകരിച്ചത് കാണാം. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് മറ്റൊരു രീതിയിലും പറഞ്ഞത് കാണാം. ഹിജ്റക്ക് മുമ്പേ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചവർ. എന്നിട്ട് അവരുടെ പ്രത്യേകത എന്താ അറിയോ? ഇതൊക്കെ നമ്മുടെ ദഅവത്തിനും മടക്കത്തിനും സമ്പത്ത് ചെലവഴിക്കാനൊക്കെ ഒരുപാട് മാതൃകയുള്ള കാര്യമാണ്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവർ തങ്ങളിലേക്ക് വന്ന അഥവാ മുഹാജിറുകളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, നമ്മൾ മനസ്സിലാക്കണ്ടേ, ഈ ഫൈഇന്റെ സ്വത്ത് മുഴുവനും അൻസാറുകൾ അവരുണ്ട്. പക്ഷെ ഈ ഫൈഇന്റെ സ്വത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതാർക്കാ? മുഹാജിറുകൾക്കാണ്. അതേപോലെ മുഹാജിറുകളും അൻസാറുകളും വെച്ച് നോക്കുമ്പോൾ ശ്രേഷ്ഠരാരാ? മുഹാജിറുകളാണ്. റുതുബയിൽ പദവിയിൽ ആദ്യം പറഞ്ഞതുമാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളാണ്. പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു അസൂയ അവരുടെ മനസ്സിലുണ്ടായോ? അൻസാറുകൾക്ക് ഇല്ല. അതാണ് അൻസാറുകൾ. അതാണ് വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിൽ ഒരു ഹാജത്തുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിനെ മുഫസ്സിർ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. അൽ ഹസദ്, അവർക്ക് മുഹാജിറുകളോട് ഒരു അസൂയ ഉണ്ടായില്ല. ഇങ്ങനെ ഒരു ഇണക്കം നമുക്ക്, ഇതൊരു ഇണക്കാണ്, ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ഇണക്കാണ്. അത് വലിയൊരു മാതൃകയാണ്. ഒരു അസൂയയും അവരുടെ മനസ്സിൽ എന്ന് മാത്രല്ല, നമ്മുടെ നാട്ടിലൊക്കെ എന്താ പണത്തിന് വേണ്ടി നമ്മൾ പണത്തിന് വേണ്ടി ആർത്തിയാണല്ലോ. പണം ദുനിയാവിന് കിട്ടണം, അതിനു വേണ്ടി നമ്മളെന്താ പല ബന്ധങ്ങളും വിച്ഛേദിക്കുന്നത് ദുനിയാവിന്റെ കാര്യത്തിനാണ്. പക്ഷെ നിങ്ങൾ നോക്കി, അവർ ഏറ്റവും വലിയ ഉദാഹരണം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹ്റൈനിലെ സ്വത്ത് വീതം വെക്കാൻ അൻസാറുകൾക്ക് നൽകാൻ തീരുമാനിച്ചപ്പോ അൻസാറുകൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾക്കും ഇതേപോലെ ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തുകൊള്ളുകയും. ഇതിനെ കുറിച്ചാ നമ്മളൊക്കെ ആർത്തി കാട്ടുന്ന സമ്പത്തിന് വേണ്ടിയാണ്. അവർക്ക് അത് ആവശ്യമില്ല. കാരണം അവരെന്താ? റബ്ബിന്റെ തൃപ്തിയാണ്. അതാണ് അവരുടെ സാഹോദര്യം അത്രക്കും വലുതായിരുന്നു. ഇവരുടെ ഈ ചെലവഴിക്കലും ഈ മുഹാജിറുകളുടെ സഹായം ചെയ്യൽ, മുഹാജിറുകളുടെ അവർ പല നിലക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്വത്തുക്കൾ കൊടുത്തു, 2 വിവാഹം കഴിച്ചവർ ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലി, ഇങ്ങനെ എല്ലാ നിലക്കും സഹകരിച്ചവരാണ് അൻസാറുകൾ. ഇവരുടെ ഈ സഹകരണം കണ്ട് നമ്മുടെ സഹകരിക്കാനേ നമുക്ക് മാതൃകയാവാനാണ് അതൊക്കെ പറയുന്നത്. ഇവരുടെ ഈ സഹകരണം കണ്ടിട്ട് മുഹാജിറുകൾ പറഞ്ഞു പോയ വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് പറഞ്ഞത് കാണാം. മുഹാജിറുകൾ പറയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ റഅയ്നാ മിസ്ല ഖൗമിൻ ഖദിംനാ അലൈഹിം അഹ്സന മുവാസാതൻ ഫീ ഖലീൽ. അല്ലാഹുവിന്റെ റസൂലേ, ഈ അൻസാറുകളുടെ കൂട്ടത്തിൽ ദരിദ്രന്മാരുണ്ടായിരുന്നു, പണക്കാരുണ്ടായിരുന്നു, പൈസ ഉള്ളവരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. പക്ഷേ പണമില്ലാഞ്ഞിട്ട് പോലും, ദരിദ്രന്മാരായിരുന്നിട്ട് പോലും ഇത്രയും ഞങ്ങളെ സഹായിക്കുന്ന, സ്വാതന്ത്ര്യം കാണിക്കുന്ന ഒരു ഖൗമിന്റെ അടുക്കൽ ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല, കണ്ടിട്ടില്ല. ആരെ കുറിച്ചാ പറയുന്നത്? അൻസാറുകളെ കുറിച്ചാ. വലാ അഹ്സന ബദ്ലൻ ഫീ കസീരിൻ. അതേപോലെ പറയാ, അവരുടെ ഒരു സമ്പത്തുള്ള ആളുകളും ചെലവഴിക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷെ അവർ പറയാ, ഇവർ ഈ അൻസാറുകളുടെ കൂട്ടത്തിൽ സമ്പത്തുള്ള ആളുകൾ ചെലവഴിക്കുന്നത് പോലെ ഇവർ ആരൊരു ഖൗമിനെ ഞങ്ങൾ ഇതുവരെ അല്ലാഹുവിന്റെ റസൂലെ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? അൻസാറുകൾ. എത്രത്തോളം എന്ന് പറഞ്ഞാ
അവർ ലഖദ് കഫൗനൽ മുഅ്മിന വഅശ്റകൂനാ ഫിൽ മഹ്നഇ, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലൊക്കെ അവർ പങ്കുചേർന്നുണ്ട്. അവസാനം അവർ എത്രത്തോളം അവർ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാല് ഹത്താ ഖശീനാ യദ്ഹബു ബിൽ അജ്രി കുല്ലി, അല്ലാഹുവിന്റെ റസൂലെ എല്ലാ കൂലിയും അൻസാറുകൾ കൊണ്ടുപോകും ഞങ്ങൾ ഭയപ്പെടുകയാണ്. ആരാ പറയുന്നത്? മുഹാജിറുകൾ. അത്രക്കും സ്വന്തം ശരീരം കൊണ്ട് ചെലവഴിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ മാ അസ്നൈതും അലൈഹിം വദഅഉതുമുല്ലാഹ ലഹും, അല്ല നിങ്ങൾക്കും പ്രതിഫലമുണ്ട്, പക്ഷേ അവരെ നിങ്ങൾ ഈ അൻസാറുകളെ നിങ്ങൾ പുകഴ്ത്തുന്ന കാലത്തോളം, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാലത്തോളം നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുകഴ്ത്തുന്ന ഒരു രീതി ശേഷം അല്ലാഹു പറഞ്ഞത് കാണാം, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഇതൊക്കെ വലിയ മനസ്സിനുടമൾക്ക് സാധിക്കും. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ പള്ളിയുമായി ഇടപഴകേണ്ട ആളുകൾ, അല്ലെ പള്ളിയുമായി നോക്കേണ്ട ആളുകൾ ഉണ്ടാവാം, അല്ലെ ദഅവത്തുമായി കൂടുതൽ ഇടപെടുന്ന ആളുകൾ ഉണ്ടാവാം, ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ അവന് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ പരസ്പരം ചെയ്തു കൊടുക്കണം, നമുക്ക് ചെയ്യാൻ കഴിയണം. ഇവിടെ അൻസാറുകളെ കുറിച്ച് പറഞ്ഞത് എന്താ? അല്ലാഹു പറയാ, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. വലൗ കാന ബിഹിം ഖസാസ എന്നറിയോ? സ്വന്തത്തിന് അത്യാവശ്യം ഉണ്ടായിട്ട് പോലും അത് വകവെക്കാതെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ഇപ്പൊ നമ്മക്ക് ഈ ദഅവത്തിന്റെ മേഖലയിലും തന്നെയാണല്ലോ, ദഅവത്തിന്റെ മേഖലയിലും സമ്പത്ത് വലിയ എപ്പോഴും ഒരു പ്രശ്നമാണ്. ഇപ്പൊ സമ്പത്ത് എപ്പോഴും നമുക്കൊരു പ്രശ്നമായി കിടക്കുന്നത്. പക്ഷെ നമ്മള് അങ്ങോട്ട് ചെലവഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാരും കണ്ടറിഞ്ഞ് ദഅവത്തിന്റെ ഈ മനസ്സിലാക്കി അതിന്റെ പ്രതിഫലം മനസ്സിലാക്കി ചെലവഴിച്ചാൽ പ്രയാസം ഉണ്ടാവില്ല, ഖൈറുണ്ടാവും. അതിന് മാതൃകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് സദഖ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോ ഈ പറഞ്ഞ സമയം ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഫവാഫക ദാലിക മാലൻ ഇൻദി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്പോട്ടിൽ എന്റെ സ്വത്തിന്റെ പകുതി ഉമർ റളിയല്ലാഹു അൻഹു കീസയിലുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ആകെ സന്തോഷിച്ചു. ഇന്ന് നിന്നെ വെട്ടിക്കാൻ ആരും ഉണ്ടാവില്ല, എന്റെ സ്വത്തിന്റെ പകുതി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് ഞാൻ ചെലവഴിക്കുന്നതിനപ്പുറം ചെലവഴിക്കാൻ എന്നെ കവർ വെട്ടിക്കാൻ പല മുൻകടക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് ആരും വിചാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഉമർന്ന് പറയാ, ഫഖുൽതു അൽയൗമ അസ്ബിഖു അബാ ബക്കർ, പറയാ ഇന്ന് ഞാൻ അബൂബക്കറിനെ വെട്ടിക്കും. ഇൻ സബഖ്തുഹു യൗമ, ഏതെങ്കിലും ഒരു ദിവസം അബൂബക്കറിനെ ചെലവഴിക്കുന്ന വിഷയത്തിൽ മുൻകടക്കാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ മുൻകടക്കും. കീസയിൽ പകുതി സ്വത്തുണ്ട്. അങ്ങനെ കാരണം എന്താ, ഞാൻ എന്റെ പകുതി സ്വത്തുമായിട്ടാ വന്നത്. അപ്പൊ ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമർദാനോ ചോദിച്ചു, അല്ല മാ അബ്ഖൈത ലി അഹ്ലിക, നിന്റെ കുടുംബത്തിന് എന്താ ബാക്കി വെച്ച്? അപ്പൊ ഖുൽതു, ഞാൻ പറഞ്ഞു, അത് മിസ്ലുഹു, അതേപോലെ അത്ര തന്നെ, അതായത് പകുതി തന്നെ ഞാൻ കുടുംബത്തിന് ബാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഖാൽ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാ സ്വത്തുമായിട്ട് വരിക. എന്നിട്ട് ഫഖാല ലഹു, എല്ലാ സ്വത്തും കൊണ്ടുവന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഴുവൻ സ്വത്തും സദഖ ചെയ്ത സഹാബിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല മാ അബ്ഖൈത ലി അഹ്ലിക, എന്താ എന്റെ അഹ്ലിന്റെ കുടുംബത്തിന് വേണ്ടി ബാക്കിയാക്കിയത്? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി എന്താ അറിയാങ്ങള്, അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂല, ഞാൻ എന്റെ കുടുംബത്തിന് ബാക്കിയാക്കിയത് എന്താണ്? അല്ലാഹുവിനെ റസൂലിനെയാണ്. നിങ്ങൾ നോക്കി, ഈ ഒരു പദവിയിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മള് പൊതുവെ പണം കൂടുതലുള്ള ആളുകളാണ് ചെലവഴിക്കാൻ മടി. എത്രയോ ലക്ഷങ്ങൾ ഉണ്ടാവും, എന്നാലൊരു മാസത്തിൽ ഒരു 500 എടുത്തു തരാൻ എന്തൊരു മടിയായി കയറി. ചില പള്ളികളിലൊക്കെ ഈ മാസവരി ഇങ്ങനെ പിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പല ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ കാണാം. ആളുകൾ കിട്ടണമെങ്കിൽ ബേക്കിൽ ഇങ്ങനെ നടക്കണം, എത്രയോ സമ്പാദിക്കുന്നുണ്ടാവും. ഒരു 500 രൂപ ഒരു മാസത്തിൽ, 500 രൂപ അത് കൊടുക്കാൻ ഭയങ്കര അവന്റെ പുറകിൽ ഇങ്ങനെ നടക്കണം. നമ്മുടെ അവസ്ഥ നോക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഴുവനായിട്ട് ചെലവഴിച്ചു. അതാണ് തവക്കുലാണ്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളുടെ സ്വത്ത് മുഴുവനും ചെലവഴിക്കാൻ പറ്റുമോ? അപ്പൊ അത് ചർച്ച ചെയ്യണമെന്നല്ല നമ്മൾ ശരിക്കും നോക്കാം. അങ്ങനെ ആരും ആ ദറജകൾക്ക് എത്തണമെങ്കിൽ അത്ര ഇമാമാണ്, തവക്കുലുണ്ടാവും. പണ്ഡിതന്മാർ പറഞ്ഞു,
സമ്പാദ്യം ഇനിയും കിട്ടുമെന്ന്, ഇനിയും എനിക്കുണ്ടാകുമെന്ന് ഉറപ്പുള്ളവർക്ക് മുഴുവൻ ചെലവഴിക്കാം, ഒരു കുഴപ്പമില്ല. അല്ലാതെ പാടില്ല, കുടുംബത്തെ കഷ്ടത്തിലാക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പകുതി ചെലവഴിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഴുവൻ അങ്ങോട്ട് ചെലവഴിക്കാം. ഇതാണ് സഹാബാക്കൾ. ഇതൊക്കെ എന്തിനാ ചെലവഴിക്കുന്ന? ദുനിയാവിനാണ്, ഫീ സബീലില്ലാ, ദഅവത്തിന്റെ മാർഗത്തിലാണ്. ഇത് നമുക്ക് വലിയ മാതൃകയാണ്. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഇനി കഷ്ടപ്പെടുന്ന ആളുകൾ എന്താ, ഇപ്പൊ ദഅവത്തിന്റെ മേഖലയിൽ അതിന് വേണ്ട ആളുകളെ പരസ്പരം സഹായിക്കാൻ, നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ സഹായിക്കാൻ. ചിലപ്പോൾ ഈ ദഅവത്തിന് വേണ്ടി ഈ മാർഗത്തിൽ നല്ല സമയം ചെലവഴിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ അവന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവനെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ആയത്തിന്റെ ബാക്കി ഈ വയുസിറൂന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹശ്റിലെ ആയത്തിലെ വയുസിറൂന അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന് പറഞ്ഞല്ലോ. ഇതിറങ്ങാനുള്ള ഒരു സന്ദർഭം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ സന്ദർഭം കാണാം. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, قال اتى رجل رسول الله صلى الله عليه وسلم. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു മനുഷ്യൻ, ഒരു സഹാബി വന്നു, ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസാബനിൽ ജഹ്ദു, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. അവര് പറയണമെങ്കിൽ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അതായത് അവരുടെ ഭക്ഷണമൊക്കെ പറഞ്ഞ ഈത്തപ്പഴമാണ്. അതുപോലും കിട്ടാൻ പാകല്ലാത്തത് കൊണ്ടാണ്, വിശപ്പ് സഹിച്ചിട്ടാണ് വരുന്നത്. ഒരു ഗതിയുള്ളായിട്ടാണ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ വല്ലാത്ത വിശപ്പുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅർസല ഇലാ നിസാഇഹിന, തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. എല്ലാ ഭാര്യമാരുടെ അടുക്കൽ ചെന്നപ്പോഴും പച്ചവെള്ളം മാത്രമേ അവിടെ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ എത്ര തിന്നുന്നുണ്ട്, പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്കിടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അലാ റജുലുൻ യുദയ്യിബു ഹാദിഹി ലൈല, ഈ മനുഷ്യനെ ഇന്ന് രാത്രി ആരാണ് സൽക്കരിക്കുക? റഹ്മഹുല്ലാഹ്, അല്ലാഹുവിന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ ഫഖാമ റജുലുൻ മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി, അത് അബൂ തൽഹ എന്ന മറ്റു റിവായത്തുകളൊക്കെ കാണാം. അബൂ തൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നു. വലിയ സമ്പത്തുണ്ടായിട്ട് നമുക്കൊക്കെ ചെലവായി, നമുക്ക് പിശുക്കാം, നമുക്കൊക്കെ മടിയാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമതൊക്കെ ചിന്തിക്കുമ്പോൾ. ഈ സഹാബി വലിയ സമ്പന്നനായിട്ടോ വീട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടോ അല്ല, നമ്മൾ ശരിക്കും ആലോചിക്കണം. എഴുന്നേറ്റുന്നു, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഭാര്യനോട് പറഞ്ഞു, ദൈഫു റസൂലില്ല, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തത്തഖ്രിഹി ശൈആ, അദ്ദേഹത്തിന് വേണ്ടി ഒന്നും മാറ്റി വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. നോക്കണപ്പോ അപ്പോ ആ ഭാര്യ പറയാ, വല്ലാഹി മാ ഇൻദി ഇല്ലാ ഖൂതുസ് സുബിയ, അല്ലാഹുവാണ് സത്യം, കുട്ടികൾക്കുള്ള രാത്രി ഭക്ഷണം മാത്രമേ ഇവിടെ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ മാസങ്ങൾക്കപ്പുറം തിന്നാണല്ലോ നമ്മളെ വീട്ടിലുണ്ടാവും. ഈ കുട്ടികൾക്ക് രാത്രി കൊടുക്കാനുള്ള ഭക്ഷണമല്ലോ. അപ്പോ നോക്കിക്കൊണ്ട് അവിടെ സഹകരണങ്ങൾ ആലോചിക്കേണ്ട, നമ്മൾ ചിന്തിക്കണം, പരസ്പര സഹകരണങ്ങളാണ്. അപ്പോ ഈ സഹാബി ഭാര്യയോട് പറയാ, ഫൈദാ അറാദ സുബിയത്തുൽ അശാഅ ഫനവ്വിമീഹിം, കുട്ടികളെ രാത്രി ഭക്ഷണം ആവശ്യപ്പെട്ടാൽ ഈ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? അവനെ ഉറക്കിക്കളയണം. എന്നിട്ട് അവരുടെ ഭക്ഷണം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് നൽകണം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ തിന്നുന്നുണ്ട് എന്ന് ഓർമ്മമാണല്ലോ, ഒരു തോന്നലുണ്ടാവാൻ വേണ്ടി നിങ്ങൾ വിളക്ക് ഊതിക്കളയണം. എന്നിട്ട് ഇന്ന് രാത്രി നമുക്ക് എന്ത് ചെയ്യാം? ഭാര്യനോട് പറയാ, നമ്മുടെ വയറ് നമുക്ക് ചുരുട്ടാം. എന്ന് പറഞ്ഞാ വയറെപ്പോഴാ അങ്ങനെ ചുരുളുക? ഒന്നുമില്ലാത്തപ്പോഴാണ്. അങ്ങനെ സ്വന്തം പട്ടിണി കടന്ന് സഹോദരനെ സഹായിക്കാൻ, ഇത് ഈ സംഭവത്തെ തൊട്ട് ഹദീസിൽ കാണാൻ ലഖദ് അജിബ അല്ലാഹ്, അല്ലാഹു അത്ഭുതപ്പെട്ടു ഇവരുടെ പ്രവൃത്തി. അങ്ങനെ അല്ലാഹു ആയത്തിറക്കിന വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസന, അതാണ് അല്ലാഹു ആയത്തിറക്കി. എന്താ? വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തം ആവശ്യമുണ്ടായിട്ട് പോലും പട്ടിണി കടന്ന് സഹോദരനെ സഹായിക്കുന്നവർ. ഇതൊക്കെ എന്താ? ഇതൊക്കെ അവരുടെ പരസ്പര സഹകരണങ്ങളാണ്, ഈ ഒത്തൊരുമയാണ്. ഈ ഒരുമ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദഅവത്തിന് ഖൈറായ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സമ്പത്തിനും അൽഹംദുലില്ലാഹ് ഒരു പരിധി വരെ അത് അള്ളാഹു നമുക്ക് എളുപ്പം ചെയ്തു തരും. അപ്പൊ നമ്മൾ ചെലവഴിക്കണം, അതിൽ മടി കാണിക്കരുത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, നമ്മൾ ഈ ദഅവത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ, അല്ലെ മറ്റുള്ളവന്റെ ആവശ്യത്തിലേക്ക് പോകുമ്പോൾ എന്റെ സമയം നഷ്ടപ്പെടുകയാണ് എന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വേറൊരാളെ സഹായിക്കാൻ പലപ്പോഴും ആളുകൾ ചിന്തിക്കുകയാണ്, വേറെ ഒരു സഹോദരനെ അവനെ സഹായിക്കുമ്പോൾ
ഇതിന്റെ സമയം വേസ്റ്റ് ആകുമല്ലോ. അങ്ങനെയാണോ ചിന്തിക്കേണ്ടി? അല്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അങ്ങനല്ല. നിങ്ങളുടെ ആ സമയം വേസ്റ്റ് അല്ല, പകരം അതിനേക്കാൾ ഹൈറായ അതിനൊക്കെ ഹൈറായ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ സഹോദരങ്ങൾ സഹായിക്കുന്നു. അപ്പോ ഇങ്ങനെ ഓരോ അതൊക്കെ ഇപ്പൊ പറഞ്ഞത് അൻസാറുകളാണ്. ഇതേപോലെ തന്നെ അൻസാറുകളുടെ ഉദാഹരണം അവരുടെ ചെലവഴിച്ച വിഷയം. നമ്മൾ കുറെ കയ്യിൽ ഉണ്ടാകുമ്പോഴേ 100 രൂപ കൊടുക്കാവുന്നില്ല. 1000 ആണെങ്കിലും 100 രൂപ കൊടുക്കുന്നതിൽ ഒരു മടി കാണിക്കുന്നത്. അതാണ് നമുക്ക്. എന്റെ കയ്യിൽ 1000 രൂപ ഉള്ളൂ എങ്കിലും 100 എടുത്ത് കൊടുക്കുക. ഹൈറുണ്ടാവുക, റബ്ബ് എനിക്ക് തരും. അങ്ങനെ ചിന്തിക്കുക, പ്രയാസങ്ങളില്ലാതാവും. വിശുദ്ധ ഖുർആനിൽ മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുദാഇഫഹു ലഹു, അല്ലാഹു ഈ ആയത്ത് ഇറക്കിയപ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് തഫ്സീറിൽ കാണാം. ആരാണ് അല്ലാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത്? അള്ളാഹുവിന് ആരാണ് കടം കൊടുക്കാനുള്ളത്? അങ്ങനെ കടം കൊടുത്താൽ റബ്ബ് അവനെ ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്ന് ആയത്തിറക്കി. ഇത് കേട്ടപ്പോ ഖാല അബൂ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തഫ്സീർ എടുത്തു കൊടുത്തത് കാണാം. ഖാല അബൂ ദഹ്ദാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അൻസാരിയായ അൻസാറുകളുടെ മനസ്സാലോചിച്ച് നോക്കണം. അൻസാരികളാൽപ്പെട്ടത് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വ ഇന്നല്ലാഹ യുരീദു മിന്നൽ ഖർദ, അല്ല അല്ലാഹു നമ്മളിൽ നിന്ന് കടം ആവശ്യപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല നഅം യാ അബൂ ദഹ്ദാഹ്, അതെ അബൂ ദഹ്ദാഹേ, അല്ലാഹു എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താ? റബ്ബിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കാനാണ്. ഉടനടി നമ്മൾ ശ്രദ്ധിക്കണം. ഖാല അരിനി യദക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളുടെ കയ്യൊന്ന് കൊണ്ട് കാണിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഖാല ഫനാവലഹു യദഹു ഖാല ഫഇന്നി ഖദ് അഖറൽതു റബ്ബി ഹായിതീന, എന്റെ ഈ തോട്ടം നിങ്ങൾക്ക് ദാ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരിക്കുന്നു. ഈ ആയത്തിറങ്ങുന്ന സ്പോട്ടിൽ നമുക്കൊക്കെ ഇതൊക്കെ വില ചെലവഴിക്കുന്നത് 10-100 രൂപ അല്ല. ആ തോട്ടത്തിന്റെ പ്രത്യേകത കാണാം. 600ഓളം ഈത്തപ്പനകളും ഉള്ള വലിയ തോട്ടാണ്. ആ തോട്ട സ്പോട്ടിൽ അങ്ങോട്ട് കൊടുക്കുക, സദഖയാണ്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കാണിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ സദഖ കൊടുക്കുമ്പോ ഈ തോട്ടത്തിൽ ഭാര്യയും കുടുംബക്കാരും ഉണ്ട്, അവരതിന്റെ പണിയിലാണ്. ഉടനെ അങ്ങോട്ട് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഫനാദാഹ, അവരെ വിളിച്ചു. യാ ഉമ്മ ദഹ്ദാഹ്, ഭാര്യയെ വിളിക്കുക. ഖാലത് ലബ്ബൈക്, അവൾ വിളിക്കുത്തരം നൽകി. ഖാല ഉഖ്റുജി, പുറത്തേക്ക് ഇറങ്ങി. ഖദ് അഖറൽതുഹു റബ്ബി അസ്സ വജല്ല, ഞാൻ ഇതിന്റെ റബ്ബിന് കടം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോളീന. മതമാർഗത്തിൽ ചെലവഴിക്കുക. അപ്പൊ ഈ ഇതൊക്കെ നമുക്ക് വലിയൊരു മാതൃകയാണ്. കുറെ ഉണ്ടായാലേ 100 രൂപ കൊടുക്കാവൂ എന്നുള്ള ചിന്ത നമുക്ക് പലപ്പോഴും. ഒരുപാട് ഉണ്ടായാലും എത്രയാണോ പലവന്മാന്റെ മാർഗത്തിൽ ചെലവഴിക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു തൊട്ട ആയത്ത് അവസാനിപ്പിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ യൂഖ ശുഹ നഫ്സി, തന്റെ നഫ്സിനെ പിശുക്കിൽ നിന്ന് തന്റെ നഫ്സ് പിശുക്കിൽ അകപ്പെടുന്നതിൽ നിന്ന് ആര് സുരക്ഷിതമായോ, ആര് രക്ഷപ്പെട്ടുവോ അവനാണ് വിജയി. അതെന്താ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് റബ്ബ് പറയുന്നതാണോ? കാരണം ഈ പിശുക്ക് എന്നുള്ളതുണ്ടല്ലോ, അത് വലിയ അപകടമാണ്. ചുക്ക് എന്ന് പറഞ്ഞാൽ പിശുക്കിനേക്കാൾ കൂടി ദറജ കൂടും. പിശുക്ക് എന്ന് പറഞ്ഞാൽ ധനത്തിൽ പിശുക്ക് കാണിക്കുന്നതിനും പറയും. ശുഹ് എന്ന് പറഞ്ഞാൽ ധനത്തിൽ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ മേഖലയിൽ പഠിച്ച അറിവ് പറയാതിരിക്കുക, പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളത് പിശുക്കാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഖൈറ് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളവനും സമ്പത്തിൽ പിശുക്ക് കാണിക്കുന്നവനും മറ്റുള്ളവന്റെ കയ്യിലുള്ളത് ഇങ്ങോട്ട് കിട്ടണമുള്ള ആർത്തിയും ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി നമുക്ക് എന്തറിയാം, ശുഹ്. അതിന് ദുൽമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയത്. ഈ ആർത്തിയാണല്ലോ പലപ്പോഴും ആളുകൾ നശിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇയ്യാകും വദ്ദുൽമ, അക്രമത്തെ നിങ്ങൾ ഭയപ്പെടണം. ഫഇന്ന ദുൽമ ദുൽമാതു യൗമിൽ ഖിയാമ, കാരണം അക്രമിക്കുന്ന ദുനിയാവിൽ അക്രമം കാണിക്കുന്നവന് പരലോകത്തും അവൻ അന്ധകാരത്തിലായിരിക്കും, മുന്നോട്ടെടുക്കാൻ കഴിയൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുൽമിൽ എണ്ണിയ ഒരു കാര്യം, വത്തഖുശ്ശുഹ്, പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചതെന്താ? പിശുക്കാൻ. ഹമലഹും അലാ അൻ സഫഖൂ ദിമാഅഹും വസ്തഹല്ലു മഹാരിമഹും, ഈ ശുഹ്ഖാണ് അവരെ രക്തം ചിന്താനും ഹറാമുകളെ ഹലാലാക്കാനും പ്രേരിപ്പിച്ചത്. കാരണം ഈ കൊതി, ശുഹ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്പത്ത് ചെലവഴിക്കാനുള്ള പിശുക്കും ഉണ്ടാവും, മറ്റുള്ളവന്റെ ഇങ്ങോട്ട് കിട്ടണമെന്നുള്ള അത്യാർത്ഥി കൊതി. അതുകൊണ്ടാണല്ലോ കൊലപാതകം നടത്തുന്നത്, സമ്പത്ത് കിട്ടാൻ.
ഹറാമുകളെ ഹലാലാക്കുന്നത്, പലിശ ഒക്കെ വെക്കാതെ കുറെ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞത് ബാങ്കിലും മറ്റും ജോലി ചെയ്യുന്നത്, ഇതൊക്കെ ആളുകൾ. ഒരിക്കൽ മഹാനായ അബുൽ ഹയ്യാദ് അൽ അസദി അദ്ദേഹം പറയാ, ഖാല കുൻതു അതൂഫു ബിൽ ബൈത്ത്, ഞാൻ ഇങ്ങനെ കഅബ തവാഫ് ചെയ്യും, ഫറഅയ്തു റജുലൻ യഖൂലു അല്ലാഹുമ്മ ഖിനീ ശുഹ നഫ്സി, അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഖിനീ ശുഹ നഫ്സി, എന്റെ നഫ്സിന് ശുഹ വരുന്നതിനെ തൊട്ട് എന്നെ കാക്കണേ അല്ലാഹ്, ലാ യസീദു വലാ ദാലിക, ഇതെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ ചെന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി ഇദാ വഖീതു ശുഹ നഫ്സി, എന്റെ നഫ്സിന്റെ ശുഹയിൽ നിന്ന് ഞാൻ സുരക്ഷിതമായാൽ ലമസ്രിക്, ഞാൻ മോഷ്ടിക്കൂല. കാരണം ആർത്തി ഉണ്ടാവുന്നത് കക്കാൻ പോണേ. വലമസ്നി, ആർത്തി, അതെന്താ, ഇത് ആർത്തിയാണ്, ഉള്ളതിൽ തൃപ്തിപ്പെടാതെ പോകുമ്പോഴാണ് വ്യഭിചരിക്കുന്നത്. വലം അഫ്അൽ, ഇങ്ങനെ ഒരു തിന്മയും ഞാൻ ചെയ്യൂല. അപ്പൊ ഇത് നോക്കിയപ്പോ ആരാ, ഈ തവാഫ് ചെയ്ത് ദുആ ചെയ്ത വ്യക്തി ആരാ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ദഅവത്തിനെ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ് ഇത് സമ്പത്തും പരസ്പര സഹകരണവും. അത് നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് പ്രചോദനമാകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അത് ചെലവഴിക്കുന്ന വിഷയത്തിൽ ഒരു മടി കാണിക്കണം, ഒപ്പിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ. അതേപോലെ നന്മ, അത് നമ്മൾ ദഅവത്താണല്ലോ, അതിന് പിശുക്കുണ്ടാവാൻ പാടില്ല. ആളുകൾക്ക് ഹൈറെത്തിച്ചു കൊടുക്കണം. എനിക്ക് കിട്ടിയ ഇൽമ് എന്റെ സഹോദരനും കിട്ടണമെന്ന അങ്ങേറ്റത്തെ ആഗ്രഹം നമുക്കുണ്ടാവണം. അതിന് അടങ്ങി ഒതുങ്ങിയൊരു വീടിന്റെ മൂലയിലോ പള്ളിന്റെ മൂലയിലോ മാത്രം ഒതുങ്ങേണ്ടവരല്ല നമ്മൾ. സമൂഹത്തെ തിന്മയിൽ നമുക്ക് അകറ്റാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ശിക്ഷ നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന വിഷയമാണ്. ഇത്രയും കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഞാൻ പ്രബോധനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹൈറായ നിലയിൽ നല്ല ഇഖ്ലാസോടുകൂടി ദഅവത്തിന്റെ മേഖലയിൽ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബാറകല്ലാഹു ഫീക്കും. സുബ്ഹാനകല്ലാഹു ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.